ഇന്നത്തെ ഹോം ടൂർ കത്രമ്മൽ ഷബീറിൻ്റെ വീട്ടിലാണ്. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഞങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഷബീർ നാട്ടിലില്ല, ഷബീറിൻ്റെ ഉപ്പയാണ് കൂടെ ഉള്ളത്. അപ്പോൾ വീട് കാണാം. ഞങ്ങൾ ഈ വീട് ഷൂട്ട് ചെയ്യാൻ കാരണം ഇത് സാധാരണക്കാർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പ്ലാനും അതേപോലെ ഡിസൈനുമാണ്. അതാണ് എല്ലാം വളരെ മിനിമലായിട്ടാണ് ചെയ്തത്. വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ റൂമിൻ്റെ കാര്യമായാലും മറ്റ് സ്പേസുകളൊക്കെ ആയാലും എല്ലാം മിനിമലായിട്ടാണ് ചെയ്തത്. എവിടെ ഒരു വേസ്റ്റ് സ്ഥലം ഇല്ല. ഈ വീടിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഭാഗമാണ് ഈ ഒരു വലിയ ഷോവാള്. ഈ ഷോവാളാണ് ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് നമ്മൾ 5 വർഷം മുമ്പാണ് ചെയ്തത്. ഇന്നും ആ മോഡൽ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ വിൻഡോസ് കൊടുത്തേക്ക് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഒരു ഗാർഡൻ സ്പേസ് പോലെ സെറ്റ് ചെയ്താണ്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 മീറ്ററാണ്, 2.5 മീറ്റർ വിടുത്തുമാണ് വരുന്നത്. സിറ്റൗട്ടിൽ 3 സിറ്റിംഗ് സ്പേസ് ആണ് കാണിച്ചത്. അതേപോലെ ബാക്ക് സൈഡിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ട് ഡോറ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് കാർ പോർച്ച്. ഈ കാർ പോർച്ചിന് പുറമെ എക്സ്ട്രാ ഒരു കാർ പോർച്ച് കൂടി ചെയ്തിട്ട് ഡോറ് ഭംഗിയുള്ള ഡോറാണ് കൊടുത്തത്. ഈ വീടിൻ്റെ മെയിൻ ഡോറ് ഇവിടെയാണ് വരുന്നത്. മെയിൻ ഡോറ് കയറിയാൽ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് ആണ്. ഈ വീടിൻ്റെ ലിവിങ് റൂമാണിത്. ഇവിടെ യു ഷേപ്പിലാണ് സോഫ അറേഞ്ച് ചെയ്ത്. അതേപോലെ വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ട്. ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായ ഭാഗമാണ്. അതെ അതെ, നല്ല സ്പേസ് ഉണ്ട്. 25 ആക്കൊക്കെ ഇരിക്കുക. 25 ആക്കൊന്നും ഇത് കോൺക്രീറ്റ് അല്ല, ഇത് പ്ലൈവുഡ് ആണ്. പക്ഷെ ഒന്ന് തന്നെ ചെയ്തു തന്നതാണ് ഡിസൈനൊക്കെ. ഇതൊക്കെ പ്ലൈവുഡിലാണ് ചെയ്തത്. പ്ലൈവുഡിലാണ് ചെയ്തത്. അപ്പോൾ ഇതും ബോക്സ് ഇട്ടതൊക്കെ അവൻ്റെ ഡിസൈനാണ്. പക്ഷേ ഇതൊക്കെ ബോക്സ് പ്ലൈവുഡാണ്. ലിവിങ് റൂം കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇവിടെ തന്നെയാണ് സ്റ്റെയർ ഏരിയ വരുന്നത്. ഈ ലാൻഡിങ്ങിൻ്റെ താഴെ നമുക്ക് ചെറിയ സ്റ്റഡി ഏരിയ ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ വലിയ വിൻഡോ കൊടുത്തിട്ട് ഒരു 8 ആക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ. 10 ഇരിക്കാൻ പറ്റിയത്. അതേപോലെ ഇവിടെ നിസ്കാർ റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഇവിടെ കൊടുത്തത്. ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിന് കൊടുത്തത്. വലിയൊരു മിറർ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ആയിട്ട് പ്ലൈവുഡിൻ്റെ കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇത് പ്ലൈവുഡായിട്ടാണ് ചെയ്തത്. ഇനി ബെഡ്റൂമിലോട്ട് പോയിക്കുകയാണെങ്കിൽ ബാത്റൂമും ഇതിൻ്റെ ബഷീർ ഖാൻ്റെ ബെഡ്റൂമാണിത്. ബെഡ്റൂമിന് 4-5 സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ ബെഡ്റൂമാണ്. സൗകര്യമൊക്കെ ഉള്ളതാണ്. ബാത്റൂം പറഞ്ഞു ഇവിടെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്. ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ നല്ല ലെങ്ത്തുള്ള കിച്ചണാണ്. അതേപോലെ യു ഷേപ്പിൽ ഇവിടെ റാക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ട്. പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടമായ കിച്ചണാണ്. എൻ്റെ ഭാര്യയാണ് പ്രത്യേകിച്ച് കംപ്ലീറ്റ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കിച്ചണാണ്. അതേപോലെ ഒരു സ്റ്റോർ റൂമും കൊടുത്തേക്ക്. സ്റ്റോർ റൂം കണ്ടീഷനാണ്. എല്ലാവർക്കും ഇഷ്ടമായതാണ്. നാട്ടുകാരൊക്കെ വന്നപ്പോൾ അതിൻ്റെ അപ്പുറം ഇഷ്ടമായതാണ്. അന്നൊക്കെ എന്തോരം ഫോട്ടോ എടുത്ത് എല്ലാവരും. പിന്നെ ഈ കിച്ചണിന് ഡയറക്റ്റ് തന്നെ നമുക്ക് റൂമിലേക്ക് പോകാൻ പറ്റും ഈ ഒരു ടൈപ്പിൽ കൊടുത്താൽ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് കംപ്ലീറ്റ് ആയി. നമ്മൾ നേരെ കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഈ സ്റ്റെയർ ഒരു യു ഷേപ്പിലാണ് കൊടുത്ത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഭാഗമാണ് സ്റ്റെയർ കേസൊക്കെ. വലിയൊരു ലാൻഡിങ് കൊടുത്തതുകൊണ്ട് ഈ ലാൻഡിങ്ങിൽ നിന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്.
ഇതിൻ്റെ ഈ ഒരു ലൈറ്റാണ് നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നത്. നമ്മൾ കയറി വരുന്ന ഒരു ഭാഗമാണ് ഇത്. ഇവിടെ ആണ് ഈ വീട്ടിലെ ഫാമിലി ലിവിങ് ഏരിയ. ഇവിടെ ഒരു TV സെറ്റ് ചെയ്തിക്ക്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്ത് നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. എല്ലാം വളരെ മിനിമലായിട്ടാണ് ചെയ്തത്. പ്ലൈവുഡിലാണ് ചെയ്തത്. അതേപോലെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഇതിന് കൊടുത്തേക്ക്. ഈ വീട്ടിലെ ഷബീറിൻ്റെ റൂമാണിത്. ഇതാണ് ഈ വീടിൻ്റെ ഓണർ, ഷബീർ എന്ന് പറയും. നല്ല ലെങ്ത് ഉള്ള റൂമാണ്. അത്യാവശ്യം സ്പേസ് എല്ലാം കൊടുത്തേക്ക്. ഇവിടെ ഒരു ഹെഡ് ബോർഡ് കൊടുത്തേക്ക് ലെങ്ത്തായിട്ട്. സെൻട്രലാണ് ബെഡ് ഇട്ട്. ഇവിടെയാണ് വാൾഡ്രോബ്. അതേപോലെ ഡ്രസ്സിങ് മിറർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തു. ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള 3ാമത്തെ ബെഡ്റൂമാണിത്. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ കൊടുത്തേക്ക്. പുറത്തോട്ട് ബാൽക്കണി പറഞ്ഞോട്ടോ. ഓപ്പൺ ഡ്രസ് ഓപ്പൺ അത് വേറെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ നിന്ന് തന്നെ ബാൽക്കണി ഇവിടാണ് കൊടുത്തത്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാനുള്ള ഒരു ഗ്ലാസ് ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്ക്. ഇരിക്കാനും സൊള്ളാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ക്ലാസ്സിൽ വന്നാൽ ഇവിടെയാണ് ഇരിക്കൽ കൂടുതൽ. ഫോണ് എന്താ ഇത് കംപ്ലീറ്റ് ടൈലിട്ടത് കൊണ്ട് നമുക്ക് എപ്പോഴും ഇവിടെ ഇരിക്കാനും നിസ്കരിക്കാനും പിന്നെ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ അല്ലേ. അതെ, ഫേസ് ഉണ്ട് ആൾക്കാർക്കൊക്കെ. ഇവിടെ ഗാർഡൻ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഈ ബാൽക്കണീൻ്റെ ഈ ഒരു ഫ്രണ്ടേജ് കംപ്ലീറ്റ് നമുക്ക് ടൈലിട്ടതുകൊണ്ട് ഇതൊക്കെ നമ്മൾ യൂസബിൾ ആക്കലുണ്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുന്ന രീതി. അപ്പോൾ ഇവിടെയൊക്കെ ടൈലിട്ടിക്ക് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിക്ക്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു ബോക്സ് കൊടുത്തതുകൊണ്ട് വീടിന് നല്ലൊരു ഭംഗി കിട്ടുന്ന ഒരു ഭാഗമാണിത്. ഇതിന് ബ്രിക്ക് ഗ്ലാഡിങ് കൊടുത്തേക്ക്. 5 കൊല്ലം പാക്കൊക്കെ ഉണ്ട്. അതെ ഡിസൈൻ ചെയ്തത് 5 വർഷം മുമ്പ് ചെയ്ത മോഡലാണ്. ഇന്നും ഈ ഒരു മോഡൽ ഔട്ടായിട്ടൊന്നുമില്ല. പക്ക കണ്ടംപററി സ്റ്റൈലല്ല, എന്നാലും അത്യാവശ്യം സ്ലാബുകളൊക്കെ കൊടുത്തതുകൊണ്ട് വാളിനൊന്നും അങ്ങനെ കംപ്ലൈൻറ്റുകൾ വരില്ല. ആ മോൾ ഭാഗമാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. പക്ഷെ മോഡൽ ഓരോരുത്തർക്ക് പോലെ ഇഷ്ടമാണ്. അതെ. ഇവിടെ ചെടികളൊക്കെ വെച്ചിക്ക് കുറച്ച് ബോക്സിലായിട്ട്. അതൊക്കെ മിറ്റമാണോ കാണിക്കാൻ പറ്റുമല്ലേ. മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ കാണാം. ഈ ഒരു ഭാഗത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഈ വലിയൊരു മലപ്രദേശം ആയതിനാൽ നല്ല വിൻഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയാണ്, ഇഷ്ടപ്പെടുന്ന പ്ലാനാണ്. പിന്നെ ബാസിത്താണ് ഇതൊക്കെ വരച്ചത്. ഔട്ടാവാത്തൊരു മോഡലാണ്. അതെ, അതുമല്ല 5 വർഷം മുമ്പ് ചെയ്തതാണെങ്കിലും ഇന്നും മോഡൽ പോയിട്ടില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് മുകൾ ഭാഗം എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു എഞ്ചിനീയറോട്. എന്താണ് ഇങ്ങനെ ചെയ്യുക നോക്കാം. പോകാൻ പറഞ്ഞു 3 നില തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യാണ്. അതുകൊണ്ട് ഇപ്പം കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട്, ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. അതെ അത് നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈറ്റ് ചെയ്യില്ല, അതുമല്ല കട്ടിങ് ആയിട്ട് അത് നല്ല വൃത്തിയായി ചെയ്യുകയും ചെയ്തു. അതെ ഇവിടെ ചുറ്റും ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലാണ് കൊടുത്ത്. ആകെ നല്ല വൃത്തിയിലാണ് ചെയ്തത്. ഈ ഒരു ഭാഗത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോള് കാര്യങ്ങളൊക്കെ കൊടുത്തേക്ക്. അതൊക്കെ ഈ വീടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാട്ടോ. അതെ, അവിടെ ഗ്ലാസ് വെക്കേണ്ടി, പക്ഷേ ഗ്ലാസ് പിന്നെ
ബുദ്ധിമുട്ടാവും വിചാരിച്ചു. വളരെ സിമ്പിളാണ്, പക്ഷെ ഒരു മീഡിയം ലെവലിൽ എല്ലാം ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തത്. ഒന്നും അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. 5 കൊല്ലം മുമ്പ് ചെയ്ത വർക്കാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ജനങ്ങളാണ് ഇഷ്ടപ്പെടേണ്ടത്. ഇതൊരു കാര്യം, ഇത് ഒന്നും മരമല്ല, ഒക്കെ പെയിൻറ്റിങ് ചെയ്തതാണ്. വളരെ വൃത്തി ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അതെ അതെ. പിന്നെ ഇവിടെ നല്ല ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. ബഷീർക്ക, നമ്മൾ വീട് ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ കാണിച്ച്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വീടിനെ കുറിച്ച്? വീട് അടിപൊളിയാണ്. വീട് പ്ലാനൊക്കെ വളരെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമ്മളെ കുടുംബത്തിന് ഇഷ്ടമായിട്ടുണ്ട്, നാട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതെ, ഈ വീടിന്റെ പ്രത്യേകത വെച്ചാൽ ഇതില് സ്പേസ് എവിടെയും വേസ്റ്റ് ആയി പോയിട്ടില്ല. എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തത്. പിന്നെ വീടിന് 5 ബെഡ്റൂം ഉണ്ട്, 5ലും അറ്റാച്ച്ഡ് ആണ്. പിന്നെ ലക്ഷറിയിൽ വരാതെയാണ് നമ്മൾ ചെയ്തത്. അതേപോലെ ഇതിന്റെ പെൻഷൻ സമയത്തൊക്കെ നാട്ടുകാരൊക്കെ ഇത് ഫോട്ടോ എടുക്കലും അല്ലാണ്ട് ഒരു ഭയങ്കര ഇഷ്ടപ്പെടലും, പിന്നെ ഇത് വീണ്ടും ആൾക്കാർ ഇങ്ങനെ കാണാൻ വരലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ നന്നായിട്ടാണ് ചെയ്തത്. എനിക്ക് ഒരുപാട് വർക്കുകൾ കിട്ടി ഈ വീട് കണ്ടിട്ട്. വളരെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ വരാറുണ്ട്, ഇതിന്റെ പ്ലാൻ ചെയ്ത് ആരാന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ അവന് വർക്ക് കിട്ടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളെ കുടുംബത്തിൽ തന്നെ 1-2 ആൾപ്പോൾ ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ മകന് ഇഷ്ടമാണ്. ഓനിവിടെ ഗൾഫിലായിരുന്നു, എന്നാലും ഓൻ്റെ ഫാനൊക്കെ ഇഷ്ടപ്പെട്ടു. വർക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും വളരെ ഹാപ്പിയാണ്. കുടുംബമൊക്കെ ഹാപ്പിയാണ്, ഭാര്യ ഹാപ്പിയാണ്, കിച്ചണൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വീടിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പം നിങ്ങൾ കേട്ടല്ലോ. ഈ വീട്ടിൽ ഉള്ളവർ വളരെ ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വൃത്തിയിലാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇവൻ്റെ പരാതിയാണ്, കാരണം നിങ്ങൾ കാര്യങ്ങൾ ഇവനെ പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെ, ലാസ്റ്റ് വീഡിയോസ് 4000 ആള് 5000 ആള് കണ്ടിട്ട് കാണുന്നുണ്ടാവുക. പ്രശ്നം എന്താ വെച്ചാല് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ഈ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ല റീച്ച് കിട്ടുകയും അപ്പോൾ ഒരുപാട് വീഡിയോസുകൾ നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസുകളായിട്ട് വീണ്ടും വരാം. പിന്നെ കമന്റുകൾ അറിയിക്കണം. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോസിൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, പോരായ്മകളൊക്കെ അതൊക്കെ നമുക്ക് നികത്താൻ പറ്റും. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ. വളരെ സാധാരണക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുന്നതാണ്. അതേപോലെ ഇവനെ ഏൽപ്പിക്കാൻ പറ്റും വർക്കുകളൊക്കെ. നല്ല ഒരു എഞ്ചിനീയറാണ്, നമ്മളെ നാട്ടുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പരാതി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതാണല്ലോ, ഹെൽപ്പ് ചെയ്യുക, പെട്ടെന്ന് റീച്ച് കിട്ടും. പുതിയ വീഡിയോസുകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.